അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ മുഹമ്മദ് രാമന്തളി. ഞാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ AP വിഭാഗം സന്തോഷത്തോടെ കൊണ്ടു നടക്കുകയാണ്. അത് നടക്കട്ടെ. അത് നിങ്ങൾക്ക് ദുഃഖത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും അത് വാർത്ത വന്നുടനെ ഞാനൊരു അപ്പം തന്നെ ഒരു വോയിസ് രാത്രി ഫ്രീ ആയപ്പോൾ വിട്ടിരുന്നു. ആ വിട്ട വിഷയത്തിന് എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. ഇനി ഞാനതിനെ ഒന്നുകൂടി ചുരുക്കുകയാണ്. ഇനി അത്രയും ഞാൻ എൻ്റെ വിഷയം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. പച്ചക്കള്ളാണെന്ന് തെളിയിക്കാൻ AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരെ കുറിച്ചും തെളിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തെളിയിക്കാൻ ഇറങ്ങിയാൽ നാറും AP നാറും എന്ന ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ മുതിരാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വിട്ടു. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നാൽ ഞാൻ എന്നിലേക്ക് മാത്രം ചുരുക്കിയിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ആ വാർത്ത പുറത്തുവിട്ട അസ്കർ കാരത്തോടും അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് പറയുന്ന സെക്രട്ടറിയും അടങ്ങുന്ന രണ്ടുപേരും അടങ്ങുന്ന, അല്ലെങ്കിൽ അസ്കർ ഗൾഫിലാണ് നാട്ടിലില്ല എന്നറിയാം, ഓക്കെ, അസ്കർ ചുമതലപ്പെടുത്തുന്ന അവരുടെ പ്രധാനപ്പെട്ട മീഡിയ മിഷന്റെ ആളുകളാണല്ലോ അവർ, AP വിഭാഗത്തിന്റെ ആ ആളുകളും ഒക്കെ വന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് മണ്ണാർക്കാട് വെച്ചോ കോഴിക്കോട് വെച്ചോ മലപ്പുറത്ത് വെച്ചോ എവിടെ നിന്നെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട SKSSFന്റെ സമുന്നതരായ രണ്ട് നേതാക്കളുണ്ട്. ആ പ്രദേശത്തുകാർ കൂടിയാണ് അവർ. മണ്ണാർക്കാട് പരിസരത്തെ പ്രദേശത്തുള്ളവരാണ്. പാലക്കാട് ജില്ലയുടെയും സ്റ്റേറ്റ് SKSSFന്റെ ഒക്കെ നേതാക്കളുമാണവർ. ഹബീബ് ഫൈസി കോട്ടപ്പാടവും കബീർ അൻവരിയുമാണ് ആ ഇടപെട്ട ആളുകൾ. അവർ കൂടി ആ വിഷയത്തിലുണ്ടായ കുറച്ചുകൂടി ഒരു സുഖം ഉണ്ടാവും. കാരണം അന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് 8-9 മാസം മുമ്പ് ഈ വിഷയം നടക്കുമ്പോൾ ഒരു 8 മാസത്തിന് അടുത്തായിട്ടുണ്ടാവാം. കറക്റ്റ് സമയം നോക്കിയാൽ കൃത്യമായി പറയാൻ കഴിയും. ഏതായാലും ആ സമയത്ത് ആ വിഷയം ആരൊക്കെയോ ചില വ്യക്തി താല്പര്യക്കാരുണ്ടാക്കിയ വിരോധം തലക്ക് പിടിച്ച ചിലരുണ്ടാക്കിയ ആ തെറ്റായ വ്യാജമായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സംഘടനാപരമായി ഇടപെടുകയും വളരെ കൃത്യമായി വിഷയങ്ങൾ പഠിക്കുകയും ചെയ്ത വ്യക്തികളാണവർ. അവരുടെ തന്നെ അവരുടെ തന്നെ സമക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചർച്ച, എന്നിട്ട് എന്റെ പേരിൽ ആരോപിച്ച ആരോപണം സത്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പരസ്യമായി ഞാൻ തെറ്റുകാരനാണെന്ന് വിളിച്ചു പറയാൻ അവർക്ക് അവസരം കൊടുക്കും. എന്നിട്ട് ഞാനത് സമ്മതിക്കും. അവരെ മുന്നിൽ ഈ പറയപ്പെട്ട ആരോപണത്തിലുള്ളതുപോലെയുള്ള പ്രതിയാണ് ഞാനെന്ന് ഞാൻ സമ്മതിക്കും. എന്നിട്ട് ഈ നേതാക്കൾക്കും ഈ അസ്കർ കാരത്തോടിന്റെ പ്രതിനിധിക്കും സംയുക്തമായി നിന്നിട്ട് ഇയാൾ കുറ്റക്കാരനാണ്, ഇയാൾ കള്ളനാണ്, ഇയാൾ ഇങ്ങനെ ചെയ്ത ആളാണ് എന്ന് പറയാൻ ഞാൻ അവസരം കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഇത് ലോകത്തുള്ള സർവ്വ മലയാളം അറിയുന്നവർക്കും വേണ്ടി തന്നെയാണ് ഞാനിത് പുറത്തുവിടുന്നത്. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറുപടി വേണം. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് ഇത് പറയുന്നത് 2016 ജൂൺ 2-ാം തീയതി വ്യാഴാഴ്ച ഉച്ചക്കാണ് ഞാനിത് പറയുന്നത്. 12:30 മണിക്കാണ് ഞാനിത് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ചക്കുള്ളിൽ, അല്ലാതെ അനന്തമായി നീട്ടിയിട്ട് എപ്പോഴെങ്കിലും അല്ല. അതുകൊണ്ടാണ് ഡേറ്റ് തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ അസ്കർ കാരത്തോട് ഗൾഫിലുള്ള ആളായതുകൊണ്ട് പ്രതിനിധി അയച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാനും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇവർ വരണം. ഞാൻ പറയുന്നു, ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ്. യതീംഖാനയുടെ 5 പൈസ അനധികൃതമായി ഞാൻ ദുരുപയോഗം ചെയ്യുകയോ എടുക്കുകയോ അതിൽ പറഞ്ഞ പോലെ വ്യാജമായ റെസീറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പിരിവ് നടത്തുകയോ, അങ്ങനെ ഒരു പിരിവ് നടത്തുകയോ 58 റെസീറ്റ് എന്റെ കൺട്രോളിൽ വെച്ച് ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ഒക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അങ്ങനെ യതീംഖാനക്ക് അവകാശപ്പെട്ട ഒരു സാധനവും ഞാൻ എടുത്തിട്ടില്ലെന്നും ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അതിൽ സമസ്തയുടെ ഉസ്താദുമാരെയും പ്രതി ചേർത്തിട്ടുണ്ട്. അത് തികച്ചും തോന്നിവാസാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വരാൻ തയ്യാറുള്ളവർക്ക് ഞാനുമായി ബന്ധപ്പെടാം. ഔദ്യോഗികമായിട്ട് വരണ ഏതെങ്കിലും ഈനാമ്പച്ചി എവിടെന്നെങ്കിലും ഫോൺ ചെയ്തിട്ട് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചിട്ടല്ല സംസാരിക്കേണ്ടത്. തന്റെ ഇടത്തോടെ അസ്കർ ആണെങ്കിൽ അസ്കറിന്റെ ഫോണിൽ നിന്ന് വിളിക്കുക നേരെ, എന്നിട്ട് പറയാം രാമന്തളി ഞാൻ അസ്കർ ആണെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് തന്നെ തയ്യാറാവുക. ഞാൻ ഇന്ന് പ്രതിനിധിനെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് സെക്രട്ടറിയെ നിങ്ങളാണല്ലോ വിളിച്ചത്, സെക്രട്ടറിയെ നിങ്ങൾ കൂട്ടുക. നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അയാളെയും സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങളത് നിർബന്ധമായും നിങ്ങൾ കൂട്ടണമെന്നില്ല, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ തയ്യാറാവുക. എന്നിട്ട് അയാളെ നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾ തമ്മിലാണല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയിൽ തയ്യാറുണ്ടെങ്കിൽ ഇതെന്റെ വെല്ലുവിളിയാണ്. തീർച്ചയായും ഈ വെല്ലുവിളിക്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറാവണം.
ഞാൻ ഉറച്ചു പറയുന്നു, പച്ചക്കള്ളങ്ങളുടെ മാലപ്പടക്കത്തിന് കാന്തപുര വിഭാഗം തീ കൊളുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ പോയി പൊട്ടാൻ പോകുന്നത് കാരന്തൂർ മർക്കസിന്റെ അകത്തളത്തിലേക്കാണിത്. അതുകൊണ്ട് ഇനി അത് പറഞ്ഞ് നിങ്ങൾ ബേജാറാവണ്ട. ആദ്യം നമുക്കിത് തീർക്കാം. ഇനി അത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. ഇത് തന്നെയാണ് എന്റെ വിഷയം. അള്ളാഹുവിന്റെ കോടതിയിലും എനിക്കിത് പറയാൻ കഴിയും. യത്തീമിന്റെ മുതൽ അപഹരിക്കാത്ത ഒരാളെ അങ്ങനെ വിളിച്ചു പറഞ്ഞവർക്കുള്ളത് അവിടുന്ന് കിട്ടും ഇൻഷാ അല്ലാ. അതുകൊണ്ട് തൽക്കാലം ഇതിന് തയ്യാറുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തയ്യാറായിട്ട് വരിക. അജയ്യമായ സമസ്തയുടെ പിന്നിൽ നിൽക്കുന്നയാളാണ് ഞാൻ. വിശുദ്ധിയുടെ അടയാളമായ കണ്ണിയത്ത് ഉസ്താദിനെ സ്നേഹിച്ച ആ പാതയിൽ പോകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സൈനുൽ പാതയിലാണ് ഞാൻ, ഷംസുൽ പാതയിലാണ്. ഇന്ന് പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ പാതയിലാണ്. ഇന്ന് നേതൃത്വം നൽകുന്ന AP ഉസ്താദിന്റെ, ഏത് AP ഉസ്താദാ? കുമരമ്പത്തൂർ AP ഉസ്താദിന്റെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖുൽ ജാമിയുടെ പിന്നിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും, അവർ നേതൃത്വം നൽകുന്ന വഴിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ എല്ലാം അസത്യമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവരുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ പറയുന്നു. ഇന്ന് ഡേറ്റ് ജൂൺ 2-ാം തീയതിയാണ്. 2016 ജൂൺ 2-ാം തീയതി വ്യാഴാഴ്ചയാണിന്ന്. ഈ ഡേറ്റിൽ ഇന്ന് പറയുന്ന ഈ വോയിസിന് ഒരാഴ്ചയാണ് ഞാൻ സമയം പറഞ്ഞത്. അതിനുള്ളിൽ ഉടനെ ബന്ധപ്പെടണം. അതിനുള്ളിൽ ബന്ധപ്പെട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകൾ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബന്ധപ്പെടുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടണം. ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.